നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശബരിമല തീർത്ഥാടകരുടെ തിരക്കേറി. ദിവസവും വിരിവയ്ക്കുന്നത് ആയിരക്കണക്കിന് അയ്യപ്പന്മാർ. അന്നദാന മണ്ഡപവും സജീവം. സ്വർണ്ണപ്പണയ വായ്പയും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറുന്നു. നടപടി ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാൽ. കോട്ടയം പനച്ചിക്കാട് ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചത് പനച്ചിക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുടെ ഭർത്താവ്. വാർത്തകൾ വിശദമായി. ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും അയ്യപ്പ ഭക്തരുടെ വൻ തിരക്ക്. ദിവസവും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപത്തിൽ 1000 പേർക്കുള്ള അന്നദാനവും ദിവസവും ഒരുക്കുന്നുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രധാന ഇടത്താവളത്തിലൊന്നായ ഏറ്റുമാനൂരിലും അതിരാവിലെ മുതൽ രാത്രി വരെ അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നായി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ദിവസവും ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി തൊഴുത് വിശ്രമിച്ച് ശബരിമലയിലേക്ക് പോകുന്നത്. ഇടദിവസങ്ങളിൽ പോലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും ധാരാളമായി അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ട്. തീർത്ഥാടകർക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അന്നദാന മണ്ഡപത്തിൽ ദിവസവും 1000 പേർക്കുള്ള അന്നദാനം നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അന്നദാനം ആരംഭിക്കുന്നത്. തീർത്ഥാടകർക്ക് ഇരുന്ന് അന്നദാനം കഴിച്ചു പോകാൻ വേണ്ട ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശനി, ഞായർ ദിവസങ്ങളിലും മറ്റ് അവധി ദിവസങ്ങളിലും 1500 പേർക്കാണ് അന്നദാനം ഒരുക്കുന്നത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള ശ്രീ കൈലാസ് ഓഡിറ്റോറിയത്തിൽ വിരിവെക്കുന്നതിനും സൗകര്യമുണ്ട്. ഇതോടൊപ്പം ആയുർവേദ, അലോപ്പതി, ഹോമിയോ വിഭാഗങ്ങളുടെ സൗജന്യ മെഡിക്കൽ സേവനവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ സേവനത്തിനായി ആംബുലൻസും ആരോഗ്യ പ്രവർത്തകരും സജ്ജമാണ്. പോലീസ് എയ്ഡ് പോസ്റ്റിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ഏറ്റുമാനൂർ. സ്വർണ്ണപ്പണയ വായ്പ പ്രതിമാസ തിരിച്ചടവ് സംവിധാനത്തിലേക്ക് മാറ്റാൻ നീക്കം. ഇതനുസരിച്ച് സ്വർണ്ണപ്പണയ വായ്പകൾ പൂർണ്ണമായും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറും. മറ്റു വായ്പകൾ തിരിച്ചടക്കുന്നത് പോലെ സ്വർണ്ണപ്പണയ സംവിധാനവും മാറ്റണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. സ്വർണ്ണപ്പണയം വെച്ചുള്ള വായ്പകൾ കുത്തനെ കൂടുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ഏറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് EMI വ്യവസ്ഥ ഏർപ്പെടുത്തുന്നത് ആലോചനയിലുള്ളത്. നിലവിൽ സ്വർണ്ണപ്പണയം ഈ രീതിയിലുണ്ടെങ്കിലും കൂടുതൽ ഇടപാടുകാരും ഇത് കണക്കാക്കാതെ വാർഷിക കണക്കിൽ പണയം പുതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് ഇനി മാറ്റം വരിക. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം പനച്ചിക്കാട് പാറക്കൽ കടവിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പനച്ചിക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ മധുസൂദനന്റെ ഭർത്താവ് ചാന്നാനിക്കാട് പുള്ളിവേലിൽ മധുസൂദനൻ നായരാണ് മരിച്ചത്. കോട്ടയം പനച്ചിക്കാട് പാറക്കൽ കടവിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പനച്ചിക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ പ്രിയ മധുസൂദനന്റെ ഭർത്താവ് ചാന്നാനിക്കാട് പുളിവേലിൽ മധുസൂദനൻ നായർ ആണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. കൊല്ലാട് പാറക്കൽ കടവ് പരുത്തുംപാറ റോഡിൽ കല്ലുങ്കൽ കടവ് ഭാഗത്താണ് അപകടമുണ്ടായത്. ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്കിൽ എതിർദിശയിൽ നിന്നും എത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് കാറിന്റെ അടിയിലേക്ക് ഇടിച്ചു കയറി. ഓടിക്കൂടിയ യാത്രക്കാർ ചേർന്ന് കാർ ഉയർത്തിയാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നൃത്ത ഇനങ്ങളും മാപ്പിളപ്പാട്ടുമൊക്കെയായി കോട്ടയം ഈസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കോട്ടയം MD സെമിനാരി സ്കൂളിൽ തിരിതെളിഞ്ഞു. കൗമാര കലാമാമാങ്കത്തിൽ ആസ്വാദകരുടെ എണ്ണവും കുറവല്ല. കലോത്സവം വ്യാഴാഴ്ച കൊടിയിറങ്ങും. കൗമാര കലാമാമാങ്കത്തിന് മുഴുവൻ ആവേശവും ഉൾക്കൊള്ളുന്ന കോട്ടയം ഈസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവം കലാരവം 2024 കോട്ടയം MD സ്കൂളിൽ ആവേശഭരിതമായി നടക്കുന്നു. പങ്കാളിത്തം കൊണ്ടും സംഘാടനത്തിലും ആസ്വാദകരുടെ എണ്ണത്തിലും എല്ലാം 3ാം ദിനവും മികച്ച രീതിയിൽ തന്നെ മത്സരങ്ങൾ നടന്നു. സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഹൈസ്കൂൾ വിഭാഗങ്ങളുടെ മാപ്പിളപ്പാട്ട് അരങ്ങേറി. കുച്ചിപ്പൊടി, കേരള നടനം, സംഘനൃത്തം, കഥകളും ആനുകാലികങ്ങളുമെല്ലാം വിഷയങ്ങളായ കഥാപ്രസംഗ മത്സരം, മോണോ ആക്ട്, മിമിക്രി എന്നീ മത്സരങ്ങളും ഇതേ വേദിയിൽ അരങ്ങേറി. മറ്റു വേദികളിലായി ലളിതഗാനം, പദ്യചൊല്ലൽ, അക്ഷരശ്ലോകം, കാവികേളി എന്നീ ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു. വിവിധ വാദ്യോപകരണ മത്സരങ്ങളും നാടൻപാട്ട്, വഞ്ചിപ്പാട്ട് മത്സരങ്ങളും കഥകളി, സംഗീതം, ഓട്ടംതുള്ളൽ, ഹിന്ദി പദ്യം ചൊല്ലൽ, ഹിന്ദി പ്രസംഗ മത്സരങ്ങളും നടന്നു. വൈകുന്നേരം സമാപന സമ്മേളനം നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
തുടർച്ചയായി 9ാം വർഷവും ജില്ലയിലെ ടീച്ചിംഗ് എയ്ഡ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നിലനിർത്തി ജോമോൻ കുരുവിള. ഭരണങ്ങാനം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകനാണ് ഇദ്ദേഹം. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിലും ഇദ്ദേഹം എ ഗ്രേഡ് കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗം ടീച്ചിംഗ് എയ്ഡ് മത്സര വിഭാഗത്തിൽ കോട്ടയം ജില്ലയിൽ തുടർച്ചയായ 9ാം വർഷവും 1ാം സ്ഥാനം ഭരണങ്ങാനം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകനായ ജോമോൻ കുരുവിളയ്ക്ക്. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിലും എ ഗ്രേഡ് ഫിസിക്സ് അധ്യാപകനായ ജോമോൻ ലഭിച്ചു. ടെക്സ്റ്റ് ബുക്കുകൾക്കപ്പുറം പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം കൂടുതൽ വേണമെന്നാണ് ജോമോൻ സാറിന്റെ നിലപാട്. മാഗ്നറ്റിക് ഫീൽഡ്, ബൾബ് സീരീസ്, ലിക്വിഡ് പ്രിസം തുടങ്ങി വിവിധ ശാസ്ത്ര പാഠഭാഗങ്ങളിലെ സംശയങ്ങളുടെ കുരുക്കഴിച്ചാണ് ജോമോൻ സാറിന്റെ ക്ലാസുകൾ നടക്കാറുള്ളത്. പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ചിരിക്കുന്നവ മാത്രം പറഞ്ഞു പോകാതെ അവയുടെ പ്രായോഗിക തലം കുട്ടികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചാണ് അധ്യയനം. ടീച്ചിംഗ് എയ്ഡ് മത്സരത്തിന് മാത്രമല്ല ജോമോന്റെ ഈ പ്രയത്നങ്ങൾ. കുട്ടികളുടെ കൂടെ സഹായത്തോടെ വിവിധ ടീച്ചിംഗ് എയ്ഡ് വസ്തുക്കൾ നിർമ്മിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ചാണ് പഠനം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 9 തവണയും റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ടീച്ചിംഗ് എയ്ഡ് ശാസ്ത്ര വിഭാഗത്തിൽ 1ാം സ്ഥാനം ജോമോൻ സാറിനാണ്. ഞാനൊരു ഈ കാര്യത്തിൽ ഒരു വിദ്യാർത്ഥിയാണ്. അധ്യാപകൻ എപ്പോഴും പഴയ കുട്ടികളെ പഴയതുപോലെയല്ല, കുട്ടികൾക്ക് ഇപ്പോൾ പഴയതിലുമൊക്കെ വളരെയധികം വിജ്ഞാനമുണ്ട്. അധ്യാപകൻ്റെ റോളൊരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ തന്നെയാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 8, 9, 10 ഫിസിക്സാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എല്ലാ ക്ലാസ്സിലെയും എല്ലാ കുട്ടികൾക്കും ഉപയുക്തമായ ടീച്ചിങ് എയ്ഡുകൾ ഞാൻ നിർമ്മിക്കാറുണ്ട്. ഇപ്പോൾ ഈ 11 വർഷത്തിനോടിടയ്ക്ക് ഏതാണ്ട് പാഠപുസ്തകങ്ങളിലെ 8, 9, 10 പാഠപുസ്തകങ്ങളിലെ മുഴുവൻ പാഠങ്ങളും കുട്ടികൾക്ക് ഗ്രാഹ്യമായ രീതിയിലുള്ള ടീച്ചിങ് എയ്ഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം വളരെ വലുതാണ്. ഹെഡ് മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി, ഇങ്ങനെ സയൻസ് അധ്യാപകർ, സയൻസ് ക്ലബിലെ കുട്ടികൾ, ഇവരുടെ എല്ലാം ഒരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ ഈ നേട്ടത്തിൽ എത്താനായിട്ട് പ്രേരിപ്പിച്ചത്. എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തിന് നന്ദി. അധ്യാപക മത്സരാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും 1ാം സ്ഥാനം ജോമോൻ സാറിന് തന്നെയാണ്. സംസ്ഥാന തലത്തിൽ എ ഗ്രേഡും എല്ലാ വർഷവുമുണ്ട്. ഇത്രയും വർഷങ്ങളായി സംസ്ഥാന തലത്തിൽ തുടർച്ചയായി മത്സരിക്കുന്നത് താൻ മാത്രമാണെന്നും ജോമോൻ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളുടെ പഠന മികവ് വർദ്ധിക്കുന്നതിനൊപ്പം അധ്യാപകന്റെ നേട്ടത്തിലും സ്കൂളിന് അഭിമാനം തന്നെയാണെന്ന് ഹെഡ് മാസ്റ്റർ ജോജി അബ്രാഹം പറഞ്ഞു. സാർ, ഈ ടീച്ചിങ് എയ്ഡുകൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഏതാണ്ട് എല്ലാ പാഠഭാഗങ്ങളുമായിട്ടും, ഹൈസ്കൂൾ വിഭാഗത്തിലെ എല്ലാ പാഠഭാഗങ്ങളുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ ടീച്ചിങ് എയ്ഡുകളും സാറിന് സ്വന്തമായിട്ട് സാറിൻ്റെ കൈവശമുള്ളത് കൊണ്ടും സാറിന് അതുപയോഗിച്ച് സാറിൻ്റെ സ്കൂളിലെ ക്ലാസ്സുകളും ഏറ്റവും ആകർഷകമായിട്ട്, രസകരമായിട്ടും ആസ്വാദികരമായിട്ടും എടുക്കുവാനായിട്ടും സാറിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ഉപകാരപ്രദമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കുട്ടികൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തലുകളിലേക്ക് എത്തുക എന്ന ഒരു രീതിയാണ് സാറിൻ്റേത്. തീർച്ചയായിട്ടും സാറ് ഈ വിദ്യാലയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടാണ്, വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമാണ് എന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ 12 വർഷമായി ഭരണങ്ങാനം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ഫിസിക്സ് വിഭാഗം അധ്യാപകനാണ് ജോമോൻ കുരുവിള. അധ്യാപകരുടെ സംസ്ഥാനതല ട്രെയിനർ കൂടിയാണ് ഇദ്ദേഹം. ഫിസിക്സ് പാഠഭാഗത്തിലെ ഏതാണ്ട് എല്ലാ ശാസ്ത്ര പരീക്ഷണങ്ങൾക്കും സ്വന്തമായി നിർമ്മിച്ച ഉപകരണങ്ങൾ സാറിന്റെ പക്കലുണ്ട്. സുഹൃത്തുക്കളായ മറ്റ് അധ്യാപകർക്കായി മറ്റ് സ്കൂളുകളിലും തന്റെ ടീച്ചിംഗ് ഉപകരണങ്ങൾ ഇദ്ദേഹം എത്തിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളികളെ ചൂഷണത്തിൽ നിന്നും മുക്തമാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, സ്കാറ്റേർഡ് മേഖലയിലെ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക, ESI പദ്ധതി നടപ്പാക്കുക, സ്കാറ്റേർഡ് വിഭാഗം തൊഴിലാളികൾക്കായി ക്ഷേമ പദ്ധതികൾ പരിഷ്കരിക്കുക, NFSA ബെവ്കോൾ തൊഴിലാളികളുടെ കൂലി നിരക്ക് വർദ്ധിപ്പിക്കുക, ചുമട്ടുതൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. INTUC കോട്ടയം ജില്ലാ സെക്രട്ടറി ബൈജു പി ജോർജ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തൊഴിലാളി മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ചുമട്ടുതൊഴിലാളി മേഖല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഏറ്റവും അധികം ഉപദ്രവിച്ചിട്ടുള്ളത് ചുമട്ടുതൊഴിലാളികളെയാണ്.
യൂത്ത് INTUC ജില്ലാ പ്രസിഡന്റ് ബിൻഡോ ജോസഫ്, MP മനോജ്, MN ദിവാകരൻ, PV പ്രസാദ്, TC റോയ്, റോണി തോമസ്, നൂറുകണക്കിന് ചുമട്ടുതൊഴിലാളികൾ എന്നിവർ ധർണയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ ആധുനിക പൾമണറി ഫംഗ്ഷൻ ലാബിന്റെ ഉദ്ഘാടനം നടന്നു. പാലാ DYSP സദൻ K ഉദ്ഘാടനം നിർവഹിച്ചു. പാലാ മാർസ്ലീവ മെഡിസിറ്റിയിൽ FOT, FENO സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി അഡ്വാൻസ്ഡ് പൾമിനറി ഫംഗ്ഷൻ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. പാലാ DYSP സദൻ K ഉദ്ഘാടനം നിർവഹിച്ചു. രോഗത്തെ നിർണ്ണയിക്കുന്നതിനും ഇത് തടയുന്നതിനും ആധുനിക ചികിത്സകൾ ഒരുക്കുന്ന മാർസ്ലീവ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു രോഗം എന്താണെന്നുള്ളത് അത് നിർണ്ണയിക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം. നമുക്ക് ശരിക്കും സ്റ്റെപ്പിൽ ചിലപ്പോൾ അറിയാൻ പറ്റും എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ, അതിനെന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കും. അതല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു മുന്നോട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു സുസജ്ജമാക്കിയിരിക്കുന്ന ഒരു ലാബാണ് ഇത്. നമുക്ക് ഇവിടെ നമ്മുടെ മെഡിസിറ്റിയിൽ, മാർസ്ലീവ മെഡിസിറ്റിയിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഞാൻ മാഡത്തിൻ്റെ ഇനാഗുറൽ അഡ്രസ്സിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മളാണ്. കാരണം നമ്മൾ വരുമ്പോൾ ഇത് കോസ്റ്റ്ലി ആണോ, അതിനുശേഷം പിന്നെ റെഗുലർ മെഡിക്കേഷൻ വേണോ, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ. അത് ഞാൻ പറയാനുള്ള കാര്യവും അത് തന്നെയാണ്. പല ഓഫീസേഴ്സിന് എനിക്ക് തോന്നുന്നു 10-70ഓളം പോലീസ് ഓഫീസേഴ്സ് 2 ദിവസമായിട്ട് വന്ന് ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇനി പ്രൊലോങ് മെഡിക്കേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയവും ഒക്കെ വരും. അതല്ല, ഈ പ്രൊലോങ് പണ്ടത്തെ പോലെയല്ല. പണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അമ്മ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ ചെല്ലുമ്പോൾ ഒരൊറ്റ ഇഞ്ചക്ഷനിൽ ആൾ സ്റ്റഡിയാവും. അതൊക്കെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സൃഷ്ടിച്ചിട്ടുള്ള മെഡിസിൻസ് ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ പ്രിവെൻറ്റീവ് മെഡിസിൻസ് ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ. ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു. പൊതുജനങ്ങൾക്ക് ഏറ്റവും ആധുനിക ചികിത്സകൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പൾമിനറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അഡ്വാൻസ്ഡ് പൾമിനറി ഫംഗ്ഷൻ ലാബ് പ്രവർത്തനം തുടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. പൾമിനറി വിഭാഗം ഹെഡും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ JC തോമസ് അഡ്വാൻസ്ഡ് ലാബിന്റെ പ്രവർത്തനം വിശദീകരിച്ചു. ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കമാൻഡർ ഡോക്ടർ പോളിൻ ബാബു, പൾമിനറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ S എന്നിവർ പ്രസംഗിച്ചു. അഡ്വാൻസ് ലാബ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പാലാ DYSP ഓഫീസിന് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുമായി സൗജന്യ ശ്വാസകോശ പരിശോധനകളും നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷന്റെ ദ്വിദിന പരാതി പരിഹാര അദാലത്ത് സമാപിച്ചു. 117 പരാതികളാണ് 2 ദിവസത്തെ സിറ്റിംഗിൽ കമ്മീഷൻ പരിഗണിച്ചത്. റവന്യൂ വകുപ്പ്, പോലീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഏറ്റവും കൂടുതൽ കമ്മീഷന് മുന്നിൽ ലഭിച്ചത്. കമ്മീഷൻ അംഗങ്ങളായ സേതു നാരായണൻ, TK വാസു എന്നിവർ നേതൃത്വം നൽകി. കളക്ടറേറ്റ് തൂലിക കോൺഫറൻസ് ഹാളിലായിരുന്നു അദാലത്ത്. എന്തു തന്നെ ആയാലും ഇതൊന്നും കമ്മീഷൻ നേരിട്ട് പരിഹരിക്കേണ്ട ഒരൊറ്റ പരാതികളുമില്ല. പരാതികളെല്ലാം പരിഹരിക്കേണ്ടത് മറ്റ് ഏജൻസികളാണ്. സർക്കാരിൻ്റെ വിവിധ ഏജൻസികളിലൂടെ അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ ഇടപെടലുകളിലൂടെയാണ് ഇതെല്ലാം പരിഹരിക്കേണ്ടത്. നമുക്ക് ശരിയും തെറ്റും എന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ശരി, ഒന്ന് തെറ്റ്. ശരി ഏതാണോ അത് യഥാസമയം ചെയ്താൽ, ചെയ്യേണ്ട സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറെ ഒരു പരാതികൾ കെട്ടിക്കിടക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. കാമരാജ് ഫൗണ്ടേഷൻ ദേശീയ സമ്മേളനത്തിന് പേരൂർ കാസാമറിയ ഓഡിറ്റോറിയത്തിൽ നവംബർ 22-ന് പതാക ഉയരും. രാവിലെ 10-ന് ചെയർമാൻ ഡോക്ടർ A. നീലലോഹിതദാസ് പതാക ഉയർത്തും. 11-ന് ദേശീയ കൗൺസിൽ യോഗം ചേരും. 23-ന് രാവിലെ നടക്കുന്ന ദേശീയ പ്രതിനിധി സമ്മേളനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KP മോഹനൻ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചർച്ചാ സമ്മേളനം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5-ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 24-ന് രാവിലെ 10-ന് നടക്കുന്ന ചർച്ചാ സമ്മേളനം സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി കുര്യൻ, രക്ഷാധികാരി സണ്ണി കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായി നിലകൊള്ളുന്ന ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ് കാമരാജ് ഫൗണ്ടേഷൻ. അതിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്, കേരള ഗവർണർ. വിവിധ സമ്മേളനങ്ങളിലായി 3 മന്ത്രിമാരും ചീഫ് വിപ്പും
അതുപോലെ തന്നെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പ്രധാനമായ 2 ദിവസം, അതായത് 23, 24 കാശാമരിയായി കേന്ദ്രീകരിച്ച് അവിടെ താമസിച്ച് ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. അറിയിപ്പ്. കോട്ടയം ജനറൽ ആശുപത്രിയിൽ ആർദ്രം സമഗ്ര വയോജനാരോഗ്യ പരിരക്ഷാ പദ്ധതി പ്രോജക്റ്റിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. യോഗ്യത: കോട്ടയം ജില്ലയിലെ ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച നഴ്സിംഗ് അസിസ്റ്റന്റ്. പ്രായപരിധി 50-നും 60 വയസ്സിനും ഇടയിൽ. OP കൗണ്ടറിൽ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചിട്ടുള്ള പരിചയം. താൽപ്പര്യമുള്ളവർ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം 25-ന് മുമ്പ് അപേക്ഷിക്കണം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ ആർദ്രം സമഗ്ര വയോജനാരോഗ്യ പരിരക്ഷാ പദ്ധതി പ്രോജക്റ്റിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ബാഗി കാർ ഡ്രൈവർമാരെ നിയമിക്കുന്നു. യോഗ്യത: ജില്ലയിലെ ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച നഴ്സിംഗ് അസിസ്റ്റന്റ്. പ്രായം 50-നും 60 വയസ്സിനും ഇടയിൽ. ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. താൽപ്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം 25-ന് മുമ്പ് അപേക്ഷിക്കണം. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫാർമസി വകുപ്പിലേക്ക് ഫാർമസി പ്രാക്ടീസ് ലാബ് സാമഗ്രികൾ വാങ്ങുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. നവംബർ 28-ന് ഉച്ചയ്ക്ക് 12 വരെ കൊട്ടേഷൻ നൽകാം. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 2-ന് കൊട്ടേഷൻ തുറക്കും. വിവരങ്ങൾക്ക് ഫോൺ 0481-2597-284. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശബരിമല തീർത്ഥാടകരുടെ തിരക്കേറി. ദിവസവും വിരിവയ്ക്കുന്നത് ആയിരക്കണക്കിന് അയ്യപ്പന്മാർ. അന്നദാന മണ്ഡപവും സജീവം. സ്വർണ്ണപ്പണയ വായ്പയും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറുന്നു. നടപടി ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാൽ. കോട്ടയം പനച്ചിക്കാട്ട് ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചത് പനച്ചിക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുടെ ഭർത്താവ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.